എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാട നക്ഷത്രക്കാർ 2026 മാർച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് സോഡ്സ്, നെക്സ്റ്റ് വന്നിട്ട് 5 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ്, 3 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ സാധ്യതകളുള്ളൊരു സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ആദ്യം തന്നെ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ ഒരു വ്യക്തി പറയുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്കറിയാം വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒന്നല്ലെങ്കിൽ കടമ അല്ലെങ്കിൽ സ്നേഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കടപ്പാടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ പാരൻസ് ആവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും, നിങ്ങൾക്ക് അത്രയും നിങ്ങൾ കടമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് പറഞ്ഞിട്ട് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇവിടെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉപരിയായിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തി എന്തെങ്കിലും നിങ്ങൾക്കായിട്ട് ചെയ്തു എന്നാൽ നിങ്ങളുടെ ജീവിതം ആ വ്യക്തിക്കായിട്ട് ഒഴിഞ്ഞു വെക്കണം എന്നുള്ളതല്ല. ഏതൊരു ബന്ധമാണെങ്കിലും ടോക്സിക് ആണ്. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് ഏതൊരു ബന്ധമാണെങ്കിലും ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് തന്നെ ആദ്യമേ പറയാണ്. പിന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകൾ, സാമ്പത്തിക സാധ്യതകളുള്ള ഒരു മാസമാണ്. സാമ്പത്തിക സാധ്യതകൾ എന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായിട്ട് ജോലിയിലെ പ്രമോഷൻ, ശമ്പള വർധനവ് ഇതുപോലുള്ള കാര്യങ്ങൾ ജോലിയിൽ സംഭവ്യമാകുന്ന സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ലൈഫിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലരെയും സംബന്ധിച്ച് ബിസിനസ് സാധ്യതകളും തിരിഞ്ഞു വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു ബിസിനസ്സുകാരി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതിലേക്കുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരും ഇല്ല, അഥവാ നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ടാവില്ല. കാരണം ബിസിനസ് കുടുംബം അല്ലാതെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് സാധ്യതകൾ കുറവാണ്. അത്രയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അങ്ങനെ ആരും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതികൾ, അല്ലെങ്കിൽ നിനക്ക് അതിൻ്റെ ഇതറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് ബിസിനസ്സിലേക്ക് കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഒരു ബിസിനസ് സാധ്യതയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്ക് വരാൻ പറയുന്നു. ഇതൊക്കെ സാധ്യതകൾ തെളിയിക്കുന്നത് നിങ്ങൾ ബിസിനസ്സിലേക്ക് സാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലുണ്ട്. അതായത് ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കടപ്പാടിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ബിസിനസ് പോകുന്നുണ്ട്, പക്ഷേ അവിടെ വരുന്ന ആളുകളിൽ പലരെയും പരിചയമുണ്ട്. ഒത്തിരി സോഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വരുന്നവരൊക്കെ പരിചയക്കാരാണ്. അപ്പോൾ ഈ വരുന്നവരൊക്കെ ചിരിച്ച് കാണിക്കുമ്പോൾ പൈസ വേണ്ട എന്ന് പറഞ്ഞ് മടക്കി വയ്ക്കുകയാണ് എങ്കിൽ അവർ കഴിച്ചിട്ട് പോകും. പൈസ ഇല്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ നടക്കും എന്നുള്ളത് ബിസിനസ്സായിട്ടും പേഴ്സണൽ ബന്ധങ്ങൾ അതായിട്ടും മാറ്റി വയ്ക്കുക. അപ്പോൾ പലരും നാട്ടിൽ ചെയ്യുന്ന ഒരു രീതി, ഇപ്പോൾ ഒരു പരിചയത്തിൻ്റെ പുറത്ത് അത് വേണ്ട എന്ന് പറയും, അല്ലെങ്കിൽ പൈസ വാങ്ങിക്കുന്നത് കുറയ്ക്കുന്ന രീതി. അങ്ങനെയുള്ള രീതി നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അത് തീർച്ചയായിട്ടും ഇത്ര എന്ന് പറഞ്ഞ് പറയുക. ചില ആളുകൾ ഇങ്ങോട്ടേക്ക് പറയാതിരിക്കാൻ വേണ്ടി എന്നാൽ ശരി എന്ന് പറഞ്ഞ് പൈസ ചോദിക്കുക പോലും ചെയ്യാതെ പോകും. പക്ഷെ തിരിച്ച് വിളിച്ച് അവരുടെ അടുത്ത് പറയുക, അതായത് പൈസ മറന്നു പോയിട്ടോ ഇത്രയാണ് എന്ന് പറഞ്ഞ് ചോദിക്കുക. കാരണം ചില ആളുകൾ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട്. ക്യൂൻ ഓഫ് സോഡ്സ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പല ബന്ധങ്ങളും, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പല കാര്യങ്ങളിലും ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ടാകും. പക്ഷെ അതൊരു നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ എവിടേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ജീവിക്കാനുള്ള പാഠം പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു പാഠം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ ഇപ്പോൾ അത് പഠിക്കുക എങ്കിൽ മാത്രമാണ് നല്ല രീതിയിലൊരു ജീവിതം മുന്നോട്ടേക്ക് ഉണ്ടാകുന്നുള്ളൂ. എല്ലാവരും എല്ലായ്പ്പോഴും കൂടെ തന്നെ വേണമെന്നുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആളുകളെ വിട്ടിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ
ജീവിത സാഹചര്യങ്ങളും അവരുടെ സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ കൊണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ പശ്ചാത്താപത്തിൽ ജീവിതം മുഴുവൻ തള്ളി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. ചില കാര്യങ്ങൾ ലൈഫിൽ നിന്ന് എടുത്ത് കളയാൻ നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്ന പോലെ തന്നെ നമ്മളൊരു പൂവ് ഉണ്ടായി കഴിയുമ്പോൾ പൂവ് ആടിക്കരിഞ്ഞു പോകുമ്പോൾ അത് കട്ട് ചെയ്ത് ചിലപ്പോൾ ബൾബ്സ് ഒക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അവിടെ വളർന്ന് അനാവശ്യമായിട്ടുള്ള എനർജി അതിലേക്ക് പോകും. ആ ചെടിക്ക് കിട്ടേണ്ടുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോകേണ്ടുന്ന അതിലേക്കാണ് പോകുന്നത്. അതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് കട്ട് ശരീരത്തിൽ ചില ആളുകൾ പറയും ശരീരഭാഗങ്ങൾ തന്നെ ഇനി അത് ഉപയോഗമില്ല എന്ന് കാണുമ്പോൾ അത് അറുത്ത് കളയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ പറയുമ്പോഴോ കേൾക്കുമ്പോഴോ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നല്ലത്. അതേപോലെ തന്നെ 5 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ആ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വ്യക്തി, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും തുടരുകയാണെങ്കിൽ ലൈഫ് ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും. നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കുക. ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്നുണ്ടാവില്ല. കുറച്ചൊന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടോട്ടേക്ക് പോയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചു തുടങ്ങുക എന്നുള്ളത്. ഒരാളുടെയും കാൽ കീഴിലല്ല ജീവിതം എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ജോലി സംബന്ധമായിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ ചില ആളുകളുണ്ട്. ഇത് ഫാമിലിയിലായിരിക്കാം, പേഴ്സണൽ ലൈഫിൽ ചില ബന്ധങ്ങളായിരിക്കാം, ചില ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ജോലി കൂടി നിങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നു. ഇതൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു മാസത്തിൽ ഒഴിവാക്കിയാൽ വളരെ അതിനുള്ള അവസരം നിങ്ങളെ തന്നെ തേടി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ മറ്റൊരു വ്യക്തി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ ഒരു സപ്പോർട്ട് കൂടി ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളത് തിരുത്തി മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയില്ല എങ്കിൽ ലൈഫിൽ വളരെ വൈകി പോകും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. കാരണം ഒരേ സമയം തന്നെ നിങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ഉള്ളിടത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ പഴയ ബന്ധങ്ങൾ മറന്നു, നന്ദിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ആ പഴയ ബന്ധങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നല്ലതിനായിരുന്നില്ല. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടോ അതങ്ങനെയാണെന്ന് വിശ്വസിച്ചു. പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവിത നന്മയ്ക്കും നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പുതിയ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് ചേർന്ന് നിൽക്കുക. പഴയ നെഗറ്റീവായിട്ടുള്ള ഇതിൽ നിന്ന് മാറി കൂടെ നിൽക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ അത് ഒന്ന് പറയുന്നത് ബിസിനസ് സാധ്യത കൂടി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഇതൊരു പ്രായഭേദമന്യുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ പ്രായം അധികം, അതായത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. എപ്പോഴും ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും പല സാധ്യതകൾ വരുന്നുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജോലി ഉണ്ടെങ്കിൽ അത് കൂടാതെ ബിസിനസ്സും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി നല്ല സാധ്യതകളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് കൂടിയിട്ടാണ്. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിൽ വലിയധികം സമയം കൊടുക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി എഫേർട്ട് അതിൽ ഇടേണ്ടാത്ത തരത്തിലുള്ള ബിസിനസ്സാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ജോലി ഉണ്ടാവും, 9 to 5 ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയും തുടരുക. അതോടൊപ്പം സൈഡായിട്ട് ബിസിനസ് 2 വരുമാന മാർഗം ഉണ്ടാവും. അപ്പോൾ 2 തരത്തിലുള്ളൊരു വരുമാന മാർഗത്തിൻ്റെ സാധ്യതകളാണ് തെളിയുന്നത്. അപ്പോൾ അത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എങ്കിൽ വളരെയധികം സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. സാമ്പത്തികം ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. സന്തോഷവും ആഘോഷത്തിൻ്റെയും കൂടി സമയമാണ് ഈ ഒരു മാസം. ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ഒരു ആഘോഷമാകാം. വിവാഹം സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വിവാഹത്തിന് ഒത്തിരി നാളായിട്ട് വിവാഹം ശ്രമിച്ചിട്ട് നടക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ആരോഗ്യം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റുള്ള പുതിയ ചില സുഹൃത്തുക്കൾ ബന്ധങ്ങൾ വരുമ്പോൾ അവരുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുന്ന രീതിയിലേക്കുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. പൊതുവെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്ഥിരം ഹാർഡ് വർക്ക് എന്നുള്ളതല്ലാതെ സ്മാർട്ട് വർക്ക് ചെയ്യാൻ പഠിക്കുന്നു. റിലാക്സ് ചെയ്യണം, റെസ്റ്റും ചെയ്യണം വർക്ക് ചെയ്യുന്നതിനോടൊപ്പം എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം. പിന്നെ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട് സുഹൃത്തുക്കളോടൊപ്പം
വിവാഹ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ വിവാഹം ഉണ്ട്, അതിന് സാധ്യതയുണ്ട്. അതേപോലെ സുഹൃത്തുക്കളുടെയോ മറ്റെന്തെങ്കിലുമൊക്കെ അത്രയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ളൊരു വ്യക്തി, അവരുടെ ലൈഫിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇതൊക്കെ കാണുന്ന ഒരു മാസമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.